യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. വീണ്ടും നമ്മൾ ഒരുമിച്ച് ഈ പഠനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതോർത്ത് സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിജ്ഞാനീയം എന്ന വിഷയമാണല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കാൻ ആരംഭിച്ചത്. യേശുക്രിസ്തു എന്ന ആളത്വത്തിൻ്റെ സവിശേഷത എന്താണ്? എന്തുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം? വ്യക്തിപരമായ പഠനത്തിൻ്റെ പ്രാധാന്യത എന്താണ്? ഈ കാര്യത്തെക്കുറിച്ച് 5 ന്യായങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ചിന്തിച്ചത്. ഇനി അത് ആവർത്തിക്കാൻ ആവശ്യമില്ല. ഇവിടെ പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ലോകത്ത് എത്രയോ മതഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്, മതസ്ഥാപകരുണ്ടായിട്ടുണ്ട്, ധാരാളം ആശയഗതികൾ പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളും സംഘടനാ വക്താക്കളും ഒക്കെ ജീവിച്ചിരുന്നിട്ടുണ്ട്. പക്ഷെ അവരാരെക്കുറിച്ചും വ്യക്തിപരമായ ഒരു പഠനത്തിന് ആവശ്യം വരുന്നില്ല, നാം അതിന് മുതിരുന്നില്ല. മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ മഹാത്മാഗാന്ധി ആരായിരുന്നെന്ന ചോദ്യത്തിന് പരിമിതമായ വാക്കുകളുള്ളിൽ മറുപടി പറയാൻ കഴിയും. എന്നാൽ അദ്ദേഹം പഠിപ്പിച്ച ഗാന്ധിയിസം എന്താണ്? അത് പഠിപ്പിക്കുവാനായിട്ട് ശാസ്ത്രശാഖ തന്നെയുണ്ട്. സഖാവ് കാർൽ മാർക്സ് ആരായിരുന്നു? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ഏറെ ബുദ്ധിമുട്ടില്ല. എന്നാൽ അദ്ദേഹം പഠിപ്പിച്ച മാർക്സിസം എന്താണ്? അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക തത്വശാസ്ത്രം എന്തായിരുന്നു? അത് പഠിക്കുവാനായിട്ടാണ് ആളുകൾ സമയം വേർതിരിക്കുന്നത്. മദർ തെരേസ ആരായിരുന്നു? ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമുക്കത് പറയാൻ കഴിയും. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? അത് വിശദമാക്കുന്നതിലാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ അറിയപ്പെടുന്ന എത്രയോ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് അവരെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുവാൻ ഏറെ കാര്യമില്ലാതിരിക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന മഹൽ പുരുഷനെക്കുറിച്ച് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു? കഴിഞ്ഞ 20 നൂറ്റാണ്ടിലേറെയായി ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ അവൻ്റെ ആളത്വത്തിൻ്റെ സവിശേഷത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തു എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു, യേശുക്രിസ്തു എന്തെല്ലാം ഉപദേശിച്ചു, അതിനേക്കാളെല്ലാം പ്രത്യേകതയുള്ള പഠനം ക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചാണ് എന്ന് നമ്മൾ കണ്ടു. അതുതന്നെ ഈ പഠനത്തിൽ വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്, ക്രിസ്തുവിനെ അടുത്തറിയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ മഹത്വപൂർണനായ മഹാദൈവം വേറെ ഇല്ല എന്നുള്ളത് അഭിമാനകരവും സന്തോഷപ്രദവുമാണ്. ഇവിടെ ധാരാളം ദുരുപദേശ സംഘടനകളും മതങ്ങളുമുണ്ട്. അവരെല്ലാവരും കൂടെ ഒരുമിച്ചല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറയാൻ ശ്രമിക്കുന്നത് യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ളതാണ്. യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ അദ്ദേഹം കേവലം ഒരു മനുഷ്യൻ മാത്രമാണ്. അദ്ദേഹം ഒരു മനുഷ്യൻ മാത്രമാണെന്ന് പറയുവാൻ ചങ്കൂറ്റമുള്ള, ധൈര്യമുള്ള, സുബോധമുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. പക്ഷേ ഈ ആളുകളെല്ലാം, ഈ സംഘടനാ വക്താക്കളെല്ലാം അവർ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്, ദൂത സമാനനാണ്. അങ്ങനെ എന്തെല്ലാം ദുരുപദേശങ്ങളാണ് അവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദുരുപദേശ സംഘടനകൾ ആരൊക്കെയാണ്? അവരുടെ ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഈ പഠനത്തിൽ നമ്മളത് നോക്കുന്നില്ല. അതെല്ലാം നോക്കാൻ നമുക്ക് സമയമില്ല. ശരി ഏതാണെന്ന് പറഞ്ഞാൽ തെറ്റ് ഏതാണെന്ന് മനസ്സിലായിക്കൊള്ളും എന്നൊരു ചൊല്ലുണ്ട്. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. യേശുക്രിസ്തു ദൈവമാണോ? ആരാണ്? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു? അതാണ് നമ്മൾ പഠിക്കാനായിട്ട് ഇന്ന് ശ്രമിക്കുന്നത്. സാത്താൻ ഭോഷ്ക് പറഞ്ഞ ആളുകളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ ഭോഷ്കിൻ്റെ അപ്പനാണെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭോഷ്ക് വിശ്വസിക്കുവാൻ, നുണ വിശ്വസിക്കുവാൻ നാം ഒരിക്കലും തയ്യാറാകരുത്. നമ്മളെ തന്നെ നാം ചതിക്കാൻ അത് കാരണമായി തീരരുത് എന്നുള്ള ഗൗരവതരമായ മുന്നറിയിപ്പ് സ്നേഹപൂർവ്വം തന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു എന്ന് നമ്മൾ ഇന്നു മുതൽ നോക്കാൻ പോകുകയാണ്. ധാരാളം വാക്യങ്ങളും തെളിവുകളും ഒക്കെ അതോട് ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ എല്ലാം വായിക്കുക എളുപ്പമല്ല ഈ പഠനത്തിൽ എന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും അത്യാവശ്യം വേണ്ട ചില വാക്യങ്ങൾ, വേദഭാഗങ്ങൾ
വായിച്ച് കേൾപ്പിക്കുവാനായിട്ടാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ പഠനത്തിൻ്റെ സൗകര്യാർത്ഥം നമുക്ക് 1 എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കയറാം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ദൈവീക നാമങ്ങൾ എന്താണെന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ബൈബിൾ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവീക നാമങ്ങൾ ഏതായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാനായിട്ട് കഴിയും. നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം ആദ്യം വായിക്കാം. 3.5 വർഷം കർത്താവിൻ്റെ കൂടെ ഉണ്ടുറങ്ങി നടന്ന കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് അടിമുടി പരിശോധിച്ച, പരസ്യമായും രഹസ്യമായും ക്രിസ്തുവിൻ്റെ ജീവിതം സസൂക്ഷ്മം നിരീക്ഷിച്ച ഒരു ക്രിസ്തുഭക്തൻ, തൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനായ സെൻറ്റ് തോമസ്, അദ്ദേഹം ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്. അതിങ്ങനെയാണ്, 20-28 യോഹന്നാൻ എഴുതിയ സുവിശേഷം. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, ഒരു യഹൂദൻ ആരെയും ദൈവമേ എന്ന് വിളിക്കുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സംസ്കാരത്തിൽ ഒരാളെ ദൈവം എന്ന് വിളിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നുകയില്ല. നമ്മുടെ പശ്ചാത്തലം അതാ. എന്നാൽ ഒരു യഹൂദ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ ചാടി ദൈവമേ എന്ന് വിളിക്കുകയില്ല. ഇതിൻ്റെ സംഭവം ചിലർക്കെങ്കിലും അറിയാം, ഈ പശ്ചാത്തലം എന്ന് വിചാരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. താൻ മുൻകൂട്ടി പ്രസ്താവിച്ചതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു താൻ വാക്ക് പറഞ്ഞതുപോലെ തന്നെ തൻ്റെ അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി. പക്ഷേ ആ സമയത്ത് തോമസ് അപ്പോസ്തലൻ അവരുടെ കൂടെ ഇല്ലായിരുന്നു. മറ്റ് അപ്പോസ്തലന്മാർ തോമസ് വന്നപ്പോൾ പറഞ്ഞു, നമ്മുടെ ഗുരു ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. തോമസ് പറഞ്ഞു, ഞാനത് വിശ്വസിക്കുകയില്ല. മരിച്ചയാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുകയില്ല. ഇനി അതല്ല, ഞാനത് വിശ്വസിക്കണമെങ്കിൽ എനിക്ക് നേരിട്ട് കാണണം. അവൻ്റെ ആ മുറിവേറ്റ കരങ്ങൾ എനിക്ക് സ്പർശിക്കണം. അവൻ്റെ ശരീരം എനിക്ക് കാണണം. അവൻ്റെ വിലാപ്പുറത്തേറ്റ കുന്തം കൊണ്ടേറ്റ മുറിവ് എനിക്ക് കാണണം. ഞാൻ അതേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവർക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, തോമസേ, നിന്റെ കരം ഇങ്ങോട്ട് നീട്ടി എൻ്റെ ആണിപ്പഴുതുള്ള കരത്തേൽ സ്പർശിച്ച് നോക്ക്. നിന്റെ ആ വിരൽ എൻ്റെ വിലാപ്പുറത്ത് ഇട്ട് നോക്ക്. ഇത് ഞാൻ തന്നെ ആകുന്നു എന്ന് നിനക്ക് നിശ്ചയം വരട്ടെ. തോമസ് ഒരു ചോദ്യവും ചോദിച്ചില്ല, ന്യായങ്ങളൊന്നും പറഞ്ഞില്ല. തോമസ് ഹൃദയംഗവുമായി ചങ്ക് പിളർന്ന് വിളിച്ചതാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളോവേ. കർത്താവായ യേശു ദൈവമാണെന്ന് തോമസിന് ഒരു സംശയവും ഉണ്ടായില്ല. ഒരു വികാരാവേശത്തിൽ തോമസ് അങ്ങനെ പറഞ്ഞതാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അങ്ങനെയൊക്കെ പറയുന്ന മണ്ടന്മാരുണ്ട്. അല്ല, അവൻ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലായി. തൻ്റെ ഗുരു കർത്താവും ദൈവവുമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ ഏറ്റുപറയുകയായിരുന്നു, അവനത് അംഗീകരിക്കുകയായിരുന്നു. ചില ആളുകൾ ചോദിക്കുന്നത്, യേശുക്രിസ്തു ദൈവമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അതാണ് ഈ പറഞ്ഞത്. യേശുക്രിസ്തു മഹാദൈവമാണെന്ന്, കർത്താവും ദൈവവുമാണെന്ന് തൻ്റെ ശിഷ്യനായ തോമസാണ് ഏറ്റുപറഞ്ഞത്. തീർന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞ വേറെ ചില ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. റോമാലേഖനം 9-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ ആദ്യം വായിക്കും. പൗലോസിനെ നമുക്ക് സാധാരണ ഒരു യഹൂദനായി കണക്ക് കൂട്ടാൻ കഴിയുകയില്ലെന്ന് പൗലോസിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാകും. അദ്ദേഹം യഹൂദ പണ്ഡിതനും, അദ്ദേഹം ഗമാലിയേലിൻ്റെ കീഴിൽ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനും, അദ്ദേഹം ഒരു യഹൂദ തീവ്രവാദിയുമായിരുന്നു. ക്രിസ്തുമാർഗം ആരംഭിച്ചപ്പോൾ, ക്രിസ്തു സഭ ആവിർഭവിച്ചപ്പോൾ യഹൂദജനം ക്രിസ്ത്യാനികളായി തീരുന്നത് കണ്ട് കോപാകുലനായി എങ്ങനെയും ക്രിസ്തുമാർഗത്തെ മുച്ചൂടും മുടിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ചുകൊണ്ട്, നിങ്ങളറിയുന്നത് പോലെ മഹാപുരോഹിതൻ്റെ അധികാര പത്രവും വാങ്ങി ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ പിടിച്ചു കൊല്ലുവാൻ പോയ മനുഷ്യനാണ് ഈ ശൗൽ എന്നറിയപ്പെടുന്നവൻ. പക്ഷേ ആ യാത്രാമധ്യേ യേശുക്രിസ്തു അവന് പ്രത്യക്ഷനായി. അവൻ അടി കൊണ്ടതുപോലെ കുതിരപ്പുറത്തും താഴെ വീണു. തുടർന്നുള്ള സംഭവങ്ങൾ പ്രവൃത്തികളുടെ പുസ്തകം വായിച്ചാൽ അറിയാം. ക്രിസ്തു ശിഷ്യനായി മാറിയ ശൗല് പിന്നീട് പൗലോസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ആ പൗലോസ് അപ്പോസ്തോലൻ ധാരാളം ലേഖനങ്ങൾ എഴുതി
ക്രിസ്തു സഭയ്ക്ക് നൽകി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്താൽ. അതിൽ പ്രധാനമായും യേശു ദൈവമാണെന്ന് തെളിയിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യഹൂദ തീവ്രവാദിയായ അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന വിശ്വസിക്കുന്ന ഒരു ഭക്തനായ യഹൂദ പുരുഷൻ ക്രിസ്ത്യാനിയായി കഴിഞ്ഞപ്പോൾ അവൻ എഴുതി നമുക്ക് തന്നത് വായിക്കാതിരിക്കാനൊക്കെയില്ല. ആരുടെയും സാക്ഷ്യത്തെക്കാൾ അതിന് വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. റോമർ 9:5 നമുക്ക് വായിക്കാം. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. യേശു ദൈവമാണെന്ന് പറയുകയല്ല, സർവത്തിനും മീതെ ദൈവമാണ്. ഇത് പറയുന്നത് പൗലോസാണെന്ന് ഓർക്കണം. അഗാധ പണ്ഡിതനായ ആ ഭക്തൻ കാര്യങ്ങൾ ഗ്രഹിച്ച് ദൈവിക പരിജ്ഞാനത്തിൽ ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് എഴുതുകയാണ്, യേശുക്രിസ്തു സർവത്തിനും മീതെ ദൈവമാണ്. ഇവിടെ ഓർക്കണം, ന്യായപ്രമാണ കൽപ്പന അനുസരിച്ച് അന്യ ദൈവങ്ങളെ ഉണ്ടാക്കാൻ പാടില്ല, സേവിക്കാൻ പാടില്ല. ആരെങ്കിലും ദൈവമാണെന്ന് അവകാശപ്പെട്ടാൽ അവനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇനി ആരെങ്കിലും അന്യദൈവത്തെ സേവിക്കണമെന്ന് രഹസ്യമായി പറഞ്ഞാൽ പോലും അവനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, കല്ലെറിഞ്ഞ് കൊന്നു കളയണം. അതിലേറ്റവും ഗൗരവതരമായൊരു കൽപ്പന സംഖ്യാപുസ്തകത്തിലുണ്ട്, ആവർത്തന പുസ്തകത്തിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കിടന്നുറങ്ങുന്ന ഭാര്യ, കൂടെ കിടക്കുന്ന ഭാര്യ രാത്രിയിൽ ആരും അറിയാത്ത ഭർത്താവിനോട് രഹസ്യമായി പറയുകയാണ്, നമുക്ക് അന്യദൈവത്തെ പോയി സേവിച്ചാലോ, നമ്മുടെ ദൈവം പോരാ, കാര്യം സാധിക്കുവാനായിട്ട് അന്യദൈവങ്ങളെ, അപ്പുറത്തെ വീട്ടിലെ മതത്തിൻ്റെ ദൈവത്തെ ആരാധിച്ചാലോ എന്ന് രഹസ്യമായി നിന്നോട് പറഞ്ഞാൽ പോലും അവളെ വെച്ചുകൊണ്ടിരിക്കരുത്. മൂപ്പന്മാരോട് പോയി പറഞ്ഞ് അവളെ വിചാരണ ചെയ്ത് തെറ്റുകാരിയാണെന്ന് ബോധ്യം വന്നാൽ കല്ലെറിഞ്ഞു കൊല്ലണം. എത്ര ഹൃദയഭേദകമായ കൽപ്പനയാണെന്നറിയാമോ? എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അന്യദൈവ സേവ ദൈവം അത്രയും വെറുക്കുന്നു, വിഗ്രഹസേവ ദൈവം അത്രയും വെറുക്കുന്ന പാപമാണ്. വേദപുസ്തകത്തിൽ അതിൽ ഉദാഹരിച്ചിരിക്കുന്ന പ്രയോഗം വ്യഭിചാരമെന്നാണ്. അന്യദൈവത്തെ സേവിക്കുന്ന പാപത്തെ വ്യഭിചാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര കഠിനമായ നികൃഷ്ടമായ പാപമായിട്ടാണ് ബൈബിൾ അതിനെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതറിയാവുന്നയാളാണ് പൗലോസ് അപ്പോസ്തോലൻ. ഇത് അറിയാവുന്ന ആളാണ് തർസോസുകാരന് ശൗലായിരുന്ന പൗലോസ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടുണ്ടായപ്പോൾ, ദർശനമുണ്ടായപ്പോൾ, യേശുക്രിസ്തുവുമായി അടുത്ത വ്യക്തിബന്ധമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ പാടെ മാറി. ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായിട്ട് അദ്ദേഹം അംഗീകരിച്ചു. അത് കഴിഞ്ഞുള്ള തൻ്റെ മിഷണറി പ്രവർത്തനത്തിൽ താൻ ആരെ ദൈവമായിട്ട് അംഗീകരിച്ചുവോ ആ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചു വരവേ താൻ എഴുതി സഭകൾക്ക് നൽകിയ കത്തുകളാണ് ലേഖനങ്ങൾ എന്ന പേരിൽ നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് തീത്തോസിൻ്റെ ലേഖനത്തിലേക്കൊന്ന് പോകണം. തീത്തോസ് എന്ന് പറയുന്ന ഒരു ദൈവദാസന് താൻ അയച്ച ഒരു കത്താണ്. തീത്തോസ് 2:12 നമ്മുടെ വിഷയം മറക്കണ്ട, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ്. യേശുക്രിസ്തു ദൈവമാണെന്ന് ബൈബിൾ എന്ത് തെളിവ് തരുന്നു? അത് പൗലോസ് എന്ത് പറയുന്നു? 2:12 തീത്തോസ്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. അതൊരു ദീർഘിച്ച സെന്റൻസ് ആണ്. നാം അതിൻ്റെ ആദ്യ ഭാഗം മാത്രമേ തൽക്കാലം നമുക്ക് അടർത്തിയെടുക്കാനൊക്കെയുള്ളൂ. യേശുക്രിസ്തുവിനെ അവിടെ വിളിച്ചിരിക്കുന്നത് മഹാദൈവം. അതിൻ്റെ ആരംഭ ഭാഗം ഒന്നുകൂടെ വായിച്ചു നോക്കാം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ മഹാദൈവം എന്ന് വിളിക്കുന്നത് അന്യദൈവ ആരാധനയെ ഏറ്റവും എതിർത്ത പൗലോസാണെന്ന് ഓർക്കണം. അപ്പോൾ യേശുക്രിസ്തു ദൈവമല്ല, മഹാദൈവമാണെന്ന് പറയുകയാണ്. ചില ദുരുപദേശക്കാർ വന്ന് പറയാറുണ്ട്, യേശുക്രിസ്തു ദൈവമാ, മോശെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, ഫറവോയ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ യേശു ദൈവമാ, പക്ഷെ മഹാദൈവമല്ല. എന്തൊരു വിഡ്ഢിതമാ പറയുന്നത്. ബൈബിൾ പറയുക യേശുക്രിസ്തു മഹാദൈവമാണ്, അവനോട് തുലനം ചെയ്യാൻ വേറെ ആരുമില്ല. ഇവിടെ ഓർക്കേണ്ടത്, ആ വാക്യങ്ങൾ വായിക്കുന്നില്ല, സമയലാഭത്തിന് വേണ്ടി പറഞ്ഞു പോവുകയാണ്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെ
മഹാദൈവമെന്ന് വിളിച്ചിരിക്കുന്ന പല ഭാഗമുണ്ട്. അതിലൊരു 3 ഭാഗം ഞാൻ പറഞ്ഞു പോകാം, വായിക്കാൻ നമുക്ക് സമയമില്ല. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 17-ാം വാക്യം, നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യം, സങ്കീർത്തനങ്ങൾ 95-ാം സങ്കീർത്തനം 3-ാം വാക്യം. ഉദാഹരണത്തിന് വേണ്ടി ആ 3 വേദഭാഗം പറഞ്ഞതാണ്. അങ്ങനെയുള്ള നിരവധി വേദഭാഗങ്ങളിൽ യഹോവയായ ദൈവം മഹാദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് വിശ്വസിക്കുന്ന, ആ ന്യായപ്രമാണ ചുരുൾ കൊണ്ടു നടക്കുന്ന പൗലോസാണ് ഇപ്പോൾ എഴുതുന്നത്, യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവാണ്, നമ്മുടെ മഹാദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കരുത് എന്നൊരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. വെറുതെ അർത്ഥമറിയാതെ വേദപുസ്തകം വേണ്ടത്ര പരിചയമില്ലാത്ത ആളുകളെ ചതിക്കുവാൻ, വഞ്ചിക്കുവാൻ, അവരേതു വിധേനയും നരകത്തിയിലേക്ക് കൊണ്ടുപോകുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ദുരുപദേശകന്മാരെ പറഞ്ഞയക്കാറുണ്ട്. യേശു ദൈവമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആകട്ടെ, അതങ്ങ് സമ്മതിക്കാം. പക്ഷേ യേശു മഹാദൈവമല്ല. യേശു ദൈവമാണ് പോരാ, അവിടുന്ന് മഹാദൈവമാണ്. അതിനെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. ചിലർ ചോദിക്കുന്ന വേറൊരു ന്യായമുണ്ട്. യേശു ദൈവമാണെങ്കിൽ യേശു പിതാവായ ദൈവത്തെ ദൈവമേ എന്നല്ലേ വിളിച്ചത്? അതെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് കുരിശിൽ കിടന്ന് യേശു നിലവിളിച്ചു. അങ്ങനെ യേശു പിതാവായ ദൈവത്തെ ദൈവമേ എന്നാണ് വിളിച്ചതെങ്കിൽ, യഹോവയായ ദൈവത്തെ ദൈവമേ എന്നാണ് വിളിച്ചതെങ്കിൽ, അപ്പോൾ യേശു എങ്ങനെ ദൈവമാകും? ഇവിടെ നമുക്കൊരു മറുചോദ്യമുള്ളത്, യഹോവയായ ദൈവം മഹാദൈവമാണോ? അതെ. അങ്ങനെയാണെങ്കിൽ യഹോവയായ ഈ മഹാദൈവം പുത്രനെ ദൈവമേ എന്ന് വിളിക്കാമോ? അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് യഹോവ ദൈവമല്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമോ? എബ്രായലേഖനത്തിൽ നിന്ന് 2 വാക്യം വായിക്കണം. 1-ാം അധ്യായം 8-9 വാക്യം നോക്കുക. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. എബ്രായലേഖനം 1:8-9. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളത്. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ അഭിസംബോധന ചെയ്യുക. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളത്. എബ്രായലേഖനം യേശുക്രിസ്തുവിൻ്റെ മഹാദൈവത്വത്തെ മനോഹരമായി വിശദീകരിക്കുന്ന പുസ്തകമാണ്. കർത്താവ് അനുവദിച്ചാൽ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ പിന്നീട് നോക്കും. എന്നാൽ ഇടയ്ക്ക് ഈ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. അപ്പോൾ പിതാവിനെ പുത്രൻ ദൈവമേ എന്ന് വിളിച്ചതുപോലെ തന്നെ പുത്രനെ പിതാവും ദൈവമേ എന്ന് വിളിച്ചു. അപ്പോൾ ദൈവം കാര്യങ്ങളെ കൃത്യമായി നമുക്ക് തിരുവെഴുത്തിലൂടെ പറഞ്ഞു തന്നിട്ടും അംഗീകരിക്കാൻ മനസ്സില്ലാതെ മനഃപൂർവ്വം പോഷ്കു മാത്രമേ പറയുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നിവൃത്തിയില്ല. എന്നാൽ സത്യാന്വേഷകരായിരിക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടണം എന്ന് കരുതി ഈ വാക്യങ്ങൾ ഓർപ്പിക്കുകയാണ്. ബൈബിളിൽ യേശു ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ചിലരുടെ തർക്കം അതാണ്. യേശുവിനെ ദൈവമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അതായി വായിച്ചുകൊണ്ടിരിക്കുന്നത് പോരാ. ഇനി സ്പഷ്ടമായി പറഞ്ഞ ഒരു ഭാഗം വായിക്കാം. കർത്താവിനോട് കൂടെ 3.5 വർഷം കഴിഞ്ഞ അപ്പോസ്തലന്മാരിൽ ഒരുവനായ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതുക, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അവന് നിത്യജീവനുണ്ട് എന്നല്ല, അവനിൽ നിത്യജീവനുണ്ട് എന്നുമല്ല, അവൻ നിത്യജീവനാകുന്നു. നിത്യജീവൻ ദൈവിക ജീവനാണ്, ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ ആരംഭമോ അവസാനമോ ഇല്ല. അതാണല്ലോ നിത്യജീവൻ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ദൈവമാണ്, അവൻ നിത്യജീവനാണ്, സത്യദൈവമാണ്. യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിശ്ചയമായും പറഞ്ഞിട്ടുണ്ട്. ഇനി ബൈബിൾ എടുത്ത് വേറെ വ്യാഖ്യാനിച്ച് വേറെ അച്ചടിച്ചുകൊണ്ട് വരരുത്. എഴുതപ്പെട്ട പുസ്തകത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്.
എന്ന് ഓർക്കുന്നത് നല്ലതാണ്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്കൊന്ന് പോകണം. 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കാൻ നോക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. യേശു ദൈവമാണെന്ന് വെളിവാക്കിയിരിക്കുന്ന മറ്റൊരു ഭേദഭാഗമാണിത്. ഇനി 1:14 വായിക്കുക. ഈ വചനം എന്ത് ചെയ്തു? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമായ വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനായി തീർന്നു. നമുക്ക് കാണത്തക്ക വിധത്തിൽ, സ്പർശിക്കാവുന്ന വിധത്തിൽ, കൂടെ ഉണ്ടുറങ്ങുന്ന വിധത്തിൽ ജഡമായി തീർന്നു. ഈ വാക്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു കാണുമല്ലോ. യേശു സർവത്തിനും മീതെ ദൈവമാണ്. ക്രിസ്തു മഹാദൈവമാണ്. ക്രിസ്തുവിനെ പിതാവ് ദൈവമേ എന്ന് വിളിച്ചതാണ്. അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമാണ്. അവിടുന്ന് വചനമായ ദൈവമാണ്. അവിടുന്ന് ജഡമായി തീർന്നു. അതാണ് യേശു. ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കണ്ടെത്തിയതാണ്. അപ്പോൾ യേശു ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ നിരത്തിയതെല്ലാം. തീർന്നില്ല. നിരവധി ഭാഗങ്ങളുണ്ടെങ്കിലും ഇനിയും വിശ്വസിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മറ്റൊരു കാര്യം കൂടെ പറയാൻ ശ്രമിക്കുക. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത് കർത്താവെന്ന. നമ്മളങ്ങനെ വിളിച്ചതുകൊണ്ട് യേശു കർത്താവായതല്ല, യേശു കർത്താവായതുകൊണ്ട് നമ്മളങ്ങനെ വിളിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ പേജുകൾ നോക്കിയാൽ കർത്താവായ യേശു ക്രിസ്തു എന്ന് അനേക പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു എന്ന പ്രസ്താവന വളരെ പ്രധാനപ്പെട്ടതാണ്. എബ്രായ ഭാഷയിൽ അഡോണായ് എന്ന വാക്കാണ് കർത്താവ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിലാണെങ്കിൽ കൂറിയോസ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഈ കൂറിയോസിൻ്റെ പരിഭാഷയിൽ നിന്നാണ് കൂറിലോസ് ഉണ്ടായത്. അതിൽ നിന്നാണ് കുര്യാക്കോസ് വന്നത്. അങ്ങനെയാണ് നമ്മുടെ പല ചേട്ടന്മാരും കുര്യാക്കോസുമാരായി മാറിയത്. വളരെ അർത്ഥവത്താണ്. ദൈവം നമ്മോട് കൂടെ എന്ന് നാം വിശ്വസിക്കുന്ന, വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു കർത്താവാണ് എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് കൂറിലോസ് എന്നാണ്. ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസ്താവന എത്ര വലുതാണെന്ന് നാം നോക്കണം. എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ നോക്കണം. 2 വാക്യം വായിക്കാം. റോമാലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. കർത്താവ് എന്ന സംബോധന എത്ര ഗൗരവമേറിയതാണെന്ന് മനസ്സിലാക്കാനായിട്ട് റോമർ 10:13 ആദ്യം വായിക്കാം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. എവിടെയുണ്ട്? പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓർക്കണം, ആളുകളെ, പാപികളെ രക്ഷിക്കുന്ന നാമമാണ് കർത്താവ് എന്ന നാമം. പാപി രക്ഷിക്കുവാൻ ദൈവത്തിനല്ലേ കഴിയുള്ളൂ. മനുഷ്യന്റെ പാപം മോചിച്ച് അവനെ രക്ഷിച്ച് സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കുവാൻ ദൈവത്തിനേ കഴിയുള്ളൂ. ഇവിടെ പറയുക, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതൊന്നുകൂടെ വിശദീകരിക്കുക. 10:9 വാക്യം. റോമർ 10:9 നോക്കിയാട്ട്. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടുവാനുള്ള ഏക നാമം യേശുവിന്റെ നാമം. അത് കർത്താവായി പറയുക. യേശു ക്രിസ്തുവിന്റെ നാമം, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റു പറയുക. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവമേറിയ പ്രസ്താവനയല്ലേ? ഒരു മനുഷ്യന്റെ ആത്മരക്ഷ കിട്ടുന്നത്, അവൻ നരകത്തിയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റു പറയുന്നത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അവിടുന്ന് ദൈവമല്ലെന്ന് എങ്ങനെ പറയും? അവിടുന്ന് ദൈവത്തെക്കാൾ ചെറിയ ഒരാളാണെന്ന് പറയാനുള്ള തൊലിക്കെട്ടി ഭയങ്കരമല്ലേ? ഇത് വളരെ ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി നാളിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. യേശുവിനെ കർത്താവെന്ന് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് വിശുദ്ധ ലൂക്കോസാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലും യേശുവിനെ കർത്താവെന്ന് പല പ്രാവശ്യം ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 വാക്യം നോക്കുക. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 31-ാം വാക്യം. പശ്ചാത്തലം ഓർക്കണം. പൗലോസിനെയും ശീലാസിനെയും അവർ സുവിശേഷം പറഞ്ഞു എന്ന കാരണത്താൽ അവരെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഇടപെട്ട് അവിടെ ഭൂകമ്പമുണ്ടായി, ജയിലിളകി, അതിൻ്റെ വാതിലുകളൊക്കെ തുറന്നു.
ജയിലർ നോക്കിയപ്പോൾ കുറ്റവാളികൾ ചാടിപ്പോയി, പൗലോസും ശീലാസും ഓടി രക്ഷപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ച് ആ കാരാഗൃഹപാണി വാളെടുത്ത് സ്വന്തം വെട്ടിച്ചാകുവാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് പറഞ്ഞല്ലോ, നിനക്ക് ദോഷമൊന്നും ചെയ്യരുത്, ഞങ്ങളിവിടെ ഉണ്ട്. ഉടനെ ആ മനുഷ്യൻ പൗലോസിനോട്, യജമാനന്മാരെ, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ഭയപ്പെട്ടുകൊണ്ട് ചോദിക്കുക. അവിടെ എല്ലാം ഒത്തിരി കാര്യം പറയേണ്ടി വരും, അതിന് നമുക്ക് മുതിരുന്നില്ല. ഇതുവരെ യജമാനനായിട്ടിരുന്ന ജയിലർ ചോദിക്കുക, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അതിന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ മറുപടി ലോകപ്രസിദ്ധമാണല്ലോ. പ്രവൃത്തി 16:31 വായിക്കുന്നത് ശ്രദ്ധിക്കുക. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എത്ര വേണം നമുക്ക് തെളിവുകൾ? കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയുണ്ടെന്നുള്ളത് പരിശുദ്ധാത്മാവ് അസന്നിഗ്ധമായി നമ്മെ ബോധ്യമാക്കിയിട്ടുള്ള കാര്യമാണ്. സംശയിക്കേണ്ട കാര്യമില്ല. ഇനി അതിലും വിചിത്രമായിട്ടോ അത്ഭുതകരമായിട്ടോ തോന്നുന്ന ഒരു പ്രസ്താവനയുണ്ട്. അത് പ്രവൃത്തി 2-ാം അധ്യായം 36-ാം വാക്യത്തിലാണ്. യേശുവിനെ ക്രൂശിച്ചു കൊന്ന ആളുകൾ, എന്നാൽ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. യേശു പറഞ്ഞതുപോലെ പെന്തക്കോസ്ത് നാൾ വന്നു, യേശു സ്വർഗാരോഹണം ചെയ്തു. ഏറെ കഴിയും മുമ്പ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് മറ്റ് അപ്പോസ്തലന്മാരും കൂടെ സുവിശേഷം പറയുക. യേശുവിനെ ക്രൂശിച്ചു കൊല്ലുവാൻ നേതൃത്വം നൽകിയ യഹൂദ നേതാക്കന്മാരോട് പത്രോസിന്റെ പ്രസംഗമാ, ഓർത്തുകൊള്ളണം. കൂടെ 10 അപ്പോസ്തലന്മാർ നിൽക്കുന്നുണ്ട്. എന്താ പത്രോസ് പ്രസംഗിച്ചത്? 2:36 നോക്കുക. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ ക്രിസ്തുവിനെ ഓർത്തുകൊള്ളണം. ഗുരുവിനെ തൂക്കിക്കൊന്ന ദുഷ്ടന്മാരുടെ മുഖത്തടിച്ചതുപോലെ പത്രോസ് പ്രസംഗിക്കുക. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവിനെ കർത്താവും ക്രിസ്തുവുമാക്കി ദൈവം വെച്ചുവെന്ന് ഇസ്രായേൽ ഗൃഹം മുഴുവൻ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ യേശു കർത്താവാണ്, യേശു ക്രിസ്തുവാണ്, യേശു രക്ഷിതാവാണ്, യേശു മഹാദൈവമാണ്, യേശു ദൈവമാണ്. എത്ര വേണം പ്രസ്താവനകൾ? ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തെ നമുക്ക് ബോധ്യമാക്കി തരികയാണ്, നമുക്ക് വെളിവാക്കി തരികയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. യേശു ക്രിസ്തു ദൈവമാണോ എന്ന് സംശയിച്ചാൽ അതിൽ തന്നെ തെറ്റല്ല, അങ്ങനെ സംഭവിക്കാം. പക്ഷേ വേദപുസ്തകം വായിച്ചതിന് പരിഹാരം വരുത്തുവാൻ നമ്മൾ മനസ്സ് കാണിക്കുമ്പോഴാണ് നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ എന്ന് മനസ്സിലാകുന്നത്. ഒരു ഭാഗം കൂടെ വായിച്ച് നമുക്കിന്ന് ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കണമല്ലോ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്റ്റോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് ഫിലിപ്പിയർ 2-ാം അധ്യായം. പക്ഷെ അത് മുഴുവൻ ഇപ്പോൾ നമ്മൾ വിസ്തരിക്കുന്നില്ല. എന്നാൽ നമ്മൾ ചിന്തിച്ചു വന്ന ഈ കർത്താവായ യേശു എന്ന പ്രയോഗത്തോട് ബന്ധപ്പെട്ട് 2:9 മുതൽ 11 വരെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതൊന്ന് വായിച്ച് കേൾക്കാം. 2:9 മുതൽ 11 വരെ ഫിലിപ്പിയ ലേഖനം. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ സ്വർലോകര്, ഭൂലോകര്, അധോലോകര്, ഈ 3 കൂട്ടരും വന്ന് മുട്ടിന്മേൽ നിന്ന് ഏറ്റുപറയുക ഒരു നാമം. സ്വർലോകരും ഭൂലോകരും അധോലോകരും അവരെന്തു പറയുന്നു? യേശു ക്രിസ്തു കർത്താവ് എന്നേറ്റു പറയേണ്ടി വരും. ഇത് അന്ത്യന്യായവിധിയായ രംഗം. അതങ്ങനെ വിശദീകരിക്കാൻ നമുക്ക് പോക്കുകയില്ലല്ലോ. അവിടെ രക്ഷിക്കപ്പെടാത്ത ആളുകൾ, ഇതുവരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടും അവനെ രക്ഷിതാവും കർത്താവുമായിട്ട് വിശ്വാസത്താൽ അംഗീകരിച്ച് പാപമോചനം പ്രാപിക്കാത്ത ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ, അവരെ കൊണ്ടുവന്ന് ന്യായവിധിക്കായി, നരകവിധിക്കായി നിർത്തിയിരിക്കുക. അവരെല്ലാവരും മുട്ടിന്മേൽ നിൽക്കുക. ആ കൂട്ടത്തിൽ ഈ 3 കൂട്ടരുമുണ്ട്. പക്ഷെ അവരോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അതിൻ്റെ ഉത്തരമാണുള്ളത്. വായിച്ച് മനസ്സിലായില്ലേ? എന്താ ചോദ്യം? ഈ നിൽക്കുന്ന യേശു ക്രിസ്തു ആരാണ്? ആ ചോദ്യത്തിൻ്റെ മറുപടി ഭൂമിയിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ, യേശു കർത്താവ് നേറ്റു പറഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായും നരകത്തിൽ പോകേണ്ടി വരുമായിരുന്നില്ല. എന്നാൽ അതിന് മനസ്സ് കാണിക്കാതെ തങ്ങളുടെ പാപഭോഗങ്ങളിൽ, തങ്ങളുടെ മിഥ്യാധാരണകളിൽ ദുരഭിമാനികളായി ജീവിച്ച് മരിച്ചു ചെന്നു. അന്ത്യന്യായവിധി. അവിടുത്തെ ചോദ്യം ഇതാ, യേശു ക്രിസ്തു ആരാണ്?
അതിന് മറുപടി അവർ പറയുക, യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിശ്ചയമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു, നരകത്തിലേക്ക് പോകുന്നവരും ഈ സത്യം അംഗീകരിക്കണം. ഇന്നിവിടെ ജീവിച്ചിരിക്കുമ്പോൾ വേദപുസ്തകം കൈവശമുണ്ടായിട്ട് പോരാ, സുവിശേഷം പറയുവാൻ ദൈവദാസന്മാർ പലരുണ്ടായിട്ട് ഇതുപോലെ രഹസ്യമായും പരസ്യമായും ഒക്കെ നമ്മോട് സംസാരിച്ചിട്ട് സത്യം അനുസരിക്കുവാനും അംഗീകരിക്കുവാനും മനസ്സില്ലാതെ ദുരഭിമാനികളായിട്ട് നാം ജീവിച്ചാൽ ഒടുവിൽ നമ്മെ കൊന്ന് ന്യായവിധിയിലേക്ക് കൊണ്ടുപോകും. നിശ്ചയമായും നമ്മൾ മരിച്ച് ന്യായവിധി നാളിലേക്ക് ചെല്ലും. അവിടെ വെച്ച് കർത്താവ് ഒറ്റ ചോദ്യമേ സ്വർഗത്തിന് ചോദിക്കാനുള്ളൂ. അവിടെ വെച്ച് ഒറ്റ ഉത്തരമേ നമ്മൾ പറയേണ്ടതുള്ളൂ. എന്താ ചോദ്യം? യേശു ക്രിസ്തു ആരാണ്? ഈ നിൽക്കുന്ന ക്രിസ്തു ആരാണെന്ന് പറ. അതിൻ്റെ മറുപടി യേശു ക്രിസ്തു കർത്താവ്. അപ്പോൾ സ്വർഗത്തിൽ പോകുവാനുള്ള നാമം യേശു ക്രിസ്തു കർത്താവ് എന്നുള്ളതാണ്. നരകത്തിൽ പോകുന്ന ആളുകൾ ഏറ്റു പറയേണ്ട നാമവും യേശു ക്രിസ്തു കർത്താവ് എന്നാണ്. ഇനിയെങ്കിലും ഈ സത്യം ഗ്രഹിക്കാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം സംബന്ധിച്ച് ചില സൂചനകളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. ഇനി അത് ആവർത്തിച്ച് പറയുവാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നു, യേശു ക്രിസ്തു മഹാദൈവമാണ്, യേശു ക്രിസ്തു സത്യദൈവമാണ്, യേശു ക്രിസ്തു നിത്യജീവനാണ്, യേശു ക്രിസ്തു കർത്താവായ യേശുവാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് മാപ്പ് പറയുക, പാപങ്ങൾ ഏറ്റുപറയുക, കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായിട്ട് അംഗീകരിക്കുക. ദൈവം അനുഗ്രഹിക്കാതിരിക്കുകയില്ല. യേശു രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള അനേക ദൈവമക്കൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിശ്ചയമായിട്ടും ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കാൻ ഭാഗ്യമുണ്ടായത്, നമുക്കെല്ലാവർക്കും അവസരമുണ്ടായത് സ്തോത്രം ചെയ്യാൻ വക തരുന്നതാണ്. കർത്താവിനെ വിശ്വസിച്ച് നമ്മുടെ കർത്താവും രക്ഷിതാവുമായിട്ട് അവനെ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. വരും ദിവസങ്ങളിലും ഈ പഠനം തുടരുമ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.